എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ പ്രോസസ്സും മറ്റ് മാർഗനിർദ്ദേശങ്ങളുമൊക്കെ അടങ്ങിയ വീഡിയോകൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വീഡിയോകളുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ ധാരാളം സംശയങ്ങൾ വരുന്നുണ്ട്. ഈ സംശയങ്ങൾക്കുള്ള മറുപടി തരാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഈ വീഡിയോയിലൂടെ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു രജിസ്ട്രേഷൻ ഉപയോഗിച്ച് ഒന്നിലധികം അപേക്ഷകൾ അയക്കാമോ എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ കേസ്മാർട്ടിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ID അപ്ലോഡ് ചെയ്തും രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുന്നില്ല. അപേക്ഷകരുടെ എണ്ണം കൂടിയതുകൊണ്ടാകാം ഇങ്ങനെ സംഭവിക്കുന്നത്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് അപേക്ഷകളൊന്നും നമുക്ക് അയക്കാൻ കഴിയാത്തൊരു സാഹചര്യവുമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് സംബന്ധിച്ച് കേസ്മാർട്ടിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്, നിലവിൽ ഒരു രജിസ്ട്രേഷൻ ഉപയോഗിച്ച് ഒന്നിലധികം അപേക്ഷകൾ അയക്കുന്നതിന് തടസ്സങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കുന്നത് സംബന്ധിച്ചാണ് ഇങ്ങനെയൊരു സംശയം ചോദിച്ചത്. നിലവിൽ ഒന്നിലധികം അപേക്ഷകൾ അയക്കുന്നത് കൊണ്ട് തടസ്സമൊന്നും ഇല്ലെന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മറുപടിയും ലഭിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും പ്രത്യേകം രജിസ്ട്രേഷൻ നടത്തി അപേക്ഷിക്കണം എന്ന് അഭിപ്രായപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളും ഉണ്ട്. പക്ഷേ കേസ്മാർട്ടിൽ അന്വേഷിച്ചപ്പോൾ ഒന്നിലധികം അപേക്ഷകൾ അയക്കുന്നതിൽ തടസ്സങ്ങളൊന്നും നിലവിലില്ല എന്നാണ് അവർ പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട സംശയം, ഇപ്പോൾ 59 വയസ്സുള്ള ഒരാൾ അപേക്ഷിക്കുകയാണെങ്കിൽ 60 വയസ്സാകുമ്പോൾ ആ ആളിന് സേവന പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. നമുക്കറിയാം, സ്ത്രീ സുരക്ഷാ പെൻഷൻ 60 വയസ്സുവരെ നൽകുകയുള്ളൂ. 60 വയസ്സാകുമ്പോൾ അത് കട്ടാവുകയാണ്. അങ്ങനെയുള്ളവർക്ക് 60 വയസ്സാകുമ്പോൾ സേവന പെൻഷൻ അപേക്ഷിക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. സേവന പെൻഷൻ എങ്ങനെ അപേക്ഷിക്കാം എന്നതിൻ്റെ വീഡിയോയും ചാനലിൽ ലഭ്യമാണ്. ഞാനിവിടെ പല രീതിയിൽ കേസ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കുകയാണ്. ആധാർ OTP ഉപയോഗിച്ചും ID അപ്ലോഡ് ചെയ്തും ഒക്കെ ശ്രമിച്ചു, പക്ഷേ ഒന്നും സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് നേരത്തെ ഒരു രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ വഴി ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാമെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട സംശയം, PM കിസാൻ ഗുണഭോക്താക്കൾക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാമോ എന്നുള്ളതാണ്. ഇതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി എവിടെ നിന്നും ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇക്കാര്യത്തിൽ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിൽ വിളിച്ചു ചോദിച്ച് അവർ പറയുന്ന രീതിയിൽ അപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇക്കാര്യത്തിലൊക്കെ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളുമൊക്കെയാണ്. പക്ഷേ ഇവിടെ ഈ നിർദ്ദേശത്തിൽ വ്യക്തമായി ഡെയിലി വേജസ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെയൊക്കെ നോ കൊടുത്തെങ്കിലേ ഈ അപേക്ഷ മുന്നോട്ട് പോവുകയും ചെയ്യുകയുള്ളൂ. ഇക്കാര്യത്തിലൊക്കെ സർക്കാർ തലത്തിലാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടുന്നത്. മറ്റൊരു കാര്യം, ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ അപേക്ഷയോടൊപ്പം ഹാർഡ് കോപ്പി ഓഫീസിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ഏജ് പ്രൂഫ്, ആധാർ, റേഷൻ കാർഡ്, ഇത്രയും കോപ്പികൾ ഓഫീസിൽ നേരിട്ട് കൊടുക്കണം എന്ന് പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങളുമുണ്ട്. ഇതിനോടൊപ്പം അവരൊരു സത്യവാങ്മൂലം കൂടി ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ നമുക്ക് സാക്ഷ്യപത്രം എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗം കോപ്പി പേസ്റ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് പ്രിൻ്റ് എടുത്ത് ഒപ്പിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ സെപ്പറേറ്റ് സത്യവാങ്മൂലം തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യാം. അപേക്ഷയുടെ അവസാന ഭാഗത്താണ് ഇങ്ങനൊരു പേജ് ഉള്ളത്. ഇവിടെ OTP വെരിഫൈ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. എന്നാൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇങ്ങനെ ഹാർഡ് കോപ്പി ആവശ്യപ്പെടുകയോ സത്യവാങ്മൂലം ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ചിലയിടത്ത് ഇത് ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഓൺലൈൻ പ്രോസസ്സ് വീഡിയോയിൽ മുഴുവൻ ഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ വിശദീകരിക്കുന്നത്. ഇവിടെ നമ്മൾ സബ്മിറ്റ് കൊടുത്താൽ ഇങ്ങനെയൊരു അക്നോളജ്മെൻറ്റ് പേജാണ് വരുന്നത്. ഇവിടെ നമുക്കല്ലാതെ പ്രിൻ്റൊന്നും ലഭിക്കുന്നില്ല. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പരും മറ്റ് ഡീറ്റെയിൽസും ഉണ്ട്. ഇതേപോലെ തന്നെ ഒരു മെസ്സേജ് അപേക്ഷകരുടെ മൊബൈലിലേക്ക് വരികയും ചെയ്യും. ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് Ctrl+P കൊടുത്ത് ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. സാധാരണ നമ്മൾ കേസ്മാർട്ടിലൊരു അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ ആ അപേക്ഷ പിന്നീട് മൈ ആപ്ലിക്കേഷൻ എന്ന മൊഡ്യൂളിൽ അത് വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വരാത്തൊരു സാഹചര്യവുമാണുള്ളത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് തൽക്കാലം ഉപയോഗിക്കാവുന്നതാണ്. ഇതല്ലാതെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഓൺലൈൻ പ്രോസസ്സ് വീഡിയോയിൽ ഈ അവസാന ഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇത് വിശദമായിട്ട് പറയുന്നത്. പിന്നീട് മൊബൈലിലേക്ക് നമുക്കിങ്ങനെയൊരു മെസ്സേജ് വരികയും ചെയ്യും. ഇതിപ്പോൾ വാട്സപ്പിലാക്കി കാണിച്ചിരിക്കുകയാണ്. ഈ മെസ്സേജും വാട്സപ്പിലോ മറ്റോ ഷെയർ ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.